നീ ഇവിടെ എത്തിയോ? നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ? മിസ്റ്റർ ദേവ് മഹേന്ദ്ര, ഞാൻ സരിതയുടെ ഭർത്താവാണ്. എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പൊ തന്നെ തീർത്തു കളയാം. സരിതയ്ക്ക് നിന്നോട് വളരെ ബഹുമാനമാണ്. എന്നിട്ട് നീ അവളോട് എന്താ കാണിക്കുന്നേ? ഇനി എന്ത് വേണമെന്ന് സരിത ഡിസൈഡ് ചെയ്യട്ടെ. ഔട്ട്. എന്നെ കൂടെ കിടത്താനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ വന്നു? ഞാൻ എങ്ങനെ ഇവിടെ എത്തിയ? ഞാൻ എങ്ങനെ വന്നേന്ന്? സരിത, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ആ ദേവമഹേന്ദ്രൻ നിന്നോട് മോശമായിട്ട് പെരുമാറാൻ നോക്കി. അവിടെ നിന്നെ ഒറ്റക്കിട്ടിട്ട് തിരിച്ചു വരാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് നിന്നെ കൊണ്ടുവന്നു. അതാ സംഭവിച്ചത്. എനിക്കിപ്പോ ഓർമ്മ വന്നു ഇന്നലെ എന്താ സംഭവിച്ചെന്ന്. ഇതിന്റെ ഇടയിൽ ഞാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ട്. എത്ര ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ടെന്നറിയോ? പക്ഷേ മഹേന്ദ്രയെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അയാൾ ഇത്ര വൃത്തികെട്ടവനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലെറ്റ് മീ ജസ്റ്റ്. അങ്ങനെ സരിത തന്റെ ലാപ്ടോപ്പ് തുറന്നു നോക്കി. ഇമെയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവൾ ഒരു മെയിൽ അതിൽ കണ്ടു. അത് കണ്ട് സരിത ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സംഭവിക്കാനാ? എന്റെ ഡ്രീം പ്രൊജക്ട് അപ്രൂവ് ചെയ്യില്ലെന്നും പറഞ്ഞ് ഈ ഓഫീസർ മെയിൽ അയച്ചിരിക്കുന്നു. നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് നീ കാരണം നഷ്ടമായത്. ശരിക്കും പറഞ്ഞാൽ നീ ഫാമിലി ബിസിനസ്സിന് ഒട്ടും യോഗ്യല്ല. ഈ ഗിൽ കൺസ്ട്രക്ഷന് ഇനി നിന്നെ ആവശ്യമില്ല. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഈ ഒരൊറ്റ മെയില് കാരണം എന്റെ ഈ ഡ്രീം പ്രൊജക്ട് വേറെ ആളുടെ കയ്യിലായി. മുത്തശ്ശൻ പറഞ്ഞു ഈ പ്രൊജക്ട് എന്റെ ഇന്ന് തിരിച്ചു മേടിക്കാന്ന്. ഇത് മാത്രമല്ല, എന്നെ കമ്പനിന്ന് പിരിച്ചുവിട്ടു. ഒരു പ്രോജക്റ്റ് കിട്ടിയില്ലെന്നുള്ള പേരില് എന്തിനാ വെറുതെ കമ്പനിന്ന് പുറത്താക്കുന്നേ? ഒരു അപ്രൂവൽ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നീ എന്ത് ചെയ്യാനാ? സരിത, ഈ ലോകത്ത് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. ഒരിക്കലെങ്കിലും നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം എന്താ? ഓ, അതായത് നീ നിന്നെ തന്നെ അതിബുദ്ധിമാനായിട്ടാണോ കണക്കാക്കുന്നേ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കൂടെ വാ. നിന്റെ മുത്തശ്ശനോട് സംസാരിക്കാം നമുക്ക്. ഈ പുതിയ ബിൽഡിംഗിന്റെ പ്രോജക്റ്റ് ഗിൽ കൺസ്ട്രക്ഷന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. പക്ഷെ അത് നീ നിസ്സാരമായിട്ടാണ് കണ്ടത്. വൈ? മുത്തശ്ശ, ഐ ഫീൽ ലൈക്ക്. എന്തുകൊണ്ടാണ് നിനക്കത് ചെയ്യാൻ പറ്റാതെ പോയത്? ഞാൻ ഈ പ്രോജക്റ്റ് നിന്റെ കസിൻ ശൗര്യക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ അവനായിരിക്കും ഈ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുക. മുത്തശ്ശ, പ്ലീസ്, ശൗര്യക്ക് ഈ പ്രോജക്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു അവസരം കൂടെ തരാമോ? പ്ലീസ് മുത്തശ്ശ. പക്ഷേ ഈ അവസരം നീ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരും. ഐ ഹോപ്പ് ഐ എം ക്ലിയർ ഓൺ ദാറ്റ്. ശരി മുത്തശ്ശ, അബ്സല്യൂട്ട്ലി. പറയൂ സരിത മാഡം, എന്താ കാര്യം? ഗിൽ കൺസ്ട്രക്ഷൻസിന്റെ ആ ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാണ്. മാത്രമല്ല എല്ലായിടത്തും റൂൾസും റെഗുലേഷൻസും ഒക്കെ കറക്റ്റാണ്. എന്നിട്ടും ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്ത. കാമിനി, നീ എന്താ ഇവിടെ? ഞാൻ ഇവിടെയാ ജോലി ചെയ്യുന്നത്. നീ ഇപ്പൊ ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന സക്സേന ഉണ്ടല്ലോ, ഇതെന്റെ ഭർത്താവാ. നിനക്ക് ഞങ്ങളുടെ അപ്രൂവലിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാനാ ഇദ്ദേഹത്തോട് വേണ്ടാന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്ന് അത്ര വലിയ പൊസിഷനില്ല. അദ്ദേഹം വിചാരിച്ചാൽ നിനക്ക് ജോലി കിട്ടുകയും ചെയ്യും, നിന്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. പക്ഷെ നീ ഭയങ്കര കാശുകാരിയല്ലേ സരിതേ? എന്നാ പോ, ആരെ കൊണ്ട് വേണമെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യിക്ക്. കാമിനി, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ തെറ്റാന്ന് സമ്മതിക്കുന്നു. ഞാൻ ഇപ്പൊ ഒരുപാട് മാറി. പ്ലീസ്, പറ്റുവാണെങ്കിൽ അതൊക്കെ ഒന്ന് മറക്ക്. എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല സരിതേ. അന്നെന്റെ കല്യാണം ഉറപ്പിച്ച ദിവസം ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ ആ കാര്യം സന്തോഷത്തോടെ പറയായിരുന്നു.
അന്ന് നീ എന്റെ ഭർത്താവാവാൻ പോകുന്ന ആളെ കുറിച്ച് കേട്ട് എല്ലാവരുടെ മുമ്പ് വെച്ച് അദ്ദേഹത്തെ അപമാനിച്ചു. എന്നെ നിങ്ങൾ കുറെ കളിയാക്കി. നിങ്ങൾ എല്ലാവരും എന്നെ നോക്കി കളിയാക്കി ചിരിച്ചു. ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നെ. കമ്പനി ഇതേ നോക്ക്, അതൊക്കെ എന്റെ അറിവില്ലായ്മയാണ്. അതില് എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. കുറ്റബോധം തോന്നിയോണ്ട് കാര്യമൊന്നും ഇല്ല സരിതേ. അന്നത്തെ പ്രതിഫലം നീ ഇന്ന് വാങ്ങേണ്ടി വരും. അപമാനത്തിന് പകരം അപമാനം തന്നെയാ കിട്ടുക. എന്നുവെച്ചാ ഇത് നിന്റെ ഭർത്താവല്ലേ? ഇയാൾ ഇതുവരെ എന്തു വലിയ കാര്യമാ ചെയ്തേ? ഇയാൾക്ക് എന്റെ ഭർത്താവിന്റെ നേരെ നിൽക്കാൻ പോലുള്ള യോഗ്യതയില്ല. അല്ല, ഞാൻ കേട്ടു ഇയാള് നിന്റെ വീട്ടിലാ താമസിക്കുന്നതെന്ന്. കമ്പനി നീ ലിമിറ്റ് കിടക്കുന്നു. അതിന് ഞാൻ ഇതുവരെ ഒന്നും പറയാൻ തുടങ്ങിയില്ലല്ലോ സരിതേ. ശരി, എന്നാ കേക്ക്. നിനക്ക് അപ്രൂവൽ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനോട് പറ, എന്റെ ഭർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അപ്രൂവലിന് വേണ്ടി യാചിക്കാനായിട്ട്. കമ്പനി നീ പുറത്തേക്കുള്ള വാതിൽ അവിടെയാ സരിതേ. ഹോ, ചില കാര്യങ്ങളൊക്കെ വിധിയാണടോ. സോ സാഡ്. ഈ പ്രൊജക്ട് ചെയ്യാനുള്ള വിധി എനിക്ക് മാത്രമാ. ഈ കാര്യം നിനക്കെങ്ങാനും കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ സമാധാനായിട്ടിരിക്കും? നിന്നെ ഈ കമ്പനിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ പുറത്താക്കും. നീ വെറുതെ ടെൻഷനൊന്നും ആവണ്ട. ഞാനില്ലേ, എല്ലാത്തിനും വഴി ഞാൻ കണ്ടുപിടിച്ചു. നീ തൽക്കാലം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. നിന്റെ ഒന്നിനും കൊള്ളാത്ത ഭർത്താവിന്റെ കൂടെ. അവന് കഞ്ഞിയൊക്കെ വെച്ചു കൊടുത്ത് നല്ല ഭാര്യയായിട്ടിരിക്കെ. അല്ല, നിന്റെ ഭർത്താവിനെ കാണുന്നില്ലല്ലോ. അവൻ നിന്റെ കൂടെ അപ്പോ വന്നില്ലേ? ആ കണ്ണാടിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറത്തുനിന്ന് വ്യക്തമായി കാണാമായിരുന്നു. ആ നിമിഷം സരിത കണ്ടത് അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അകത്ത് ആകാശ് സ്റ്റാഫിന് മുന്നിൽ വെച്ച് കേണപേക്ഷിക്കുകയായിരുന്നു അപ്രൂവലിന് വേണ്ടി. സത്യം പറഞ്ഞാ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അയാള്. അയാൾ നിനക്ക് വേണ്ടി എന്തും ചെയ്യും. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരാള്? അത് വിട്. കൺഗ്രാചുലേഷൻസ്, നിനക്ക് ഞങ്ങളുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിന് പൈസ കൊടുത്തതാ. ആ പൈസ നിനക്ക് തിരിച്ചു കിട്ടും. എനിക്ക് എന്റെ കണക്ക് തീർക്കുന്നതായിരുന്നു പ്രധാനം. നീ എന്താ നിന്നെ പറ്റി വിചാരിച്ച്? എന്തിനിങ്ങനെയൊക്കെ ചെയ്തേ? നീ എന്താ വിചാരിച്ചത്? നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നഷ്ടപ്പെട്ടതൊക്കെ ഇവക്ക് തിരിച്ചു കിട്ടുമെന്നാ? ഞാനുള്ളപ്പോ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ മാത്രമല്ല, ഈ ലോകത്ത് ആര് വിചാരിച്ചാലും സരിതയെ തടയാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, നീ ഇവളെ എത്ര കാലം പ്രൊട്ടക്ട് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. ഞാനുള്ളപ്പോ നീ എന്ത് ചെയ്യുമെന്ന്. നിങ്ങളുടെ ബന്ധം തന്നെ ഇല്ലാതാവും. ഓ, അങ്ങനെയാണോ? എന്നാ നമുക്ക് നോക്കാം. ഞാൻ ഈ ആകാശിനോട് ഒരു ജോലിയാ പറഞ്ഞത്. അതുപോലും അയാളെ കൊണ്ട് നടക്കില്ല. ഇപ്പൊ കുറച്ചധികം നെകളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ആകാശിനെയും സരിതയെയും നമുക്ക് നാണം കെടുത്തി വിടണം. അതിന് ആകാശിനെ തന്നെ ആയുധമാക്കണം. ഈ 10 വയസ്സേക്ക് വിലയില്ലാത്തവൻ ഇട്ടേക്കുന്നത് ഇത്രയും വിലയുള്ള സൂട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. സരിത, വെൽക്കം മോളെ. ആകാശ്, വെൽക്കം ടു ദ പാർട്ടി. കം, ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക്. വരൂ. എന്താന്നറിയില്ല, സരിതയ്ക്ക് ഈയിടെയായിട്ട് ഇവനെ ഭയങ്കര കാര്യമാണ്. എന്താ ഇവക്ക് പറ്റിയെന്നറിയില്ല. ശരിയാ, ഇന്ന് രണ്ടും കുറച്ച് ഓവറാണ്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ കണ്ടോ? അല്ല ആകാശ്, നിനക്ക് ഈ സ്യൂട്ട് എവിടെ നടാ കിട്ടിയേ? ഓ, ഭാര്യ വീട്ടിൽ നിൽക്കുന്ന ഒരു ഭർത്താവ് ഭാര്യയുടെ ചെലവിലായിരിക്കുമല്ലോ ഇതൊക്കെ വാങ്ങിക്കുക. എന്നാലും ഇത് വാങ്ങിച്ചിടുമ്പോ നിനക്കെങ്കിലും ലേശം നാണം തോന്നുന്നുണ്ടടാ. അതെ ചേട്ടാ, ഇവൻ പറഞ്ഞൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഒന്നുമില്ലേലും ചേട്ടൻ നമ്മുടെ വീട്ടിലല്ലേ സ്ഥിരതാമസം. അല്ലെങ്കിലും വലിഞ്ഞു കയറി നിൽക്കുന്നവർക്ക് നമ്മൾ വേണ്ടേ ചെലവിന് കൊടുക്കാൻ, അല്ലേ? പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ ചെലവിൽ അടിച്ചു പൊളിച്ച് കഴിയുന്നതിൽ ഇത്ര തെറ്റെന്താ? അയ്യോ, സോറി. ഇതാ നോക്ക് സന്ധ്യ, നിനക്ക് തോന്നുന്നുണ്ടോ സരിതയ്ക്ക് ഇവനെ ശരിക്കും ഇഷ്ടമാണെന്ന്? നിനക്ക് അങ്ങനെ എന്താ തോന്നുന്നില്ലേ? നീ അങ്ങോട്ട് നോക്കിയേ, ഭർത്താവിനെ വിട്ടിട്ട് അവൾ എന്താ ചെയ്യുന്നെന്ന്. ആ, അത് ശരിയാ.
ഒന്നുമില്ലെങ്കിലും ഇന്നത്തെ ദിവസം അവൾക്ക് അവളുടെ ഭർത്താവിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു. ചേട്ടാ പിന്നെ വിട്ടുകളാ, വാ നമുക്ക് എൻജോയ് ചെയ്യാം. വേണ്ട, ഞാൻ കുടിക്കില്ല. അയ്യോ കമോൺ ആകാശ്, പാർട്ടിക്ക് വന്ന ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ. നീ ഇത് കുടിക്കില്ല. കുടിക്കടോ, കുടിക്ക്. യെസ്, ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ബോയ്. ഏയ് ചേട്ടാ, ഞാൻ തന്നാ കുടിക്കില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ദേ ദേ കുടിച്ചേ കുടിച്ചേ കുടിച്ചേ. ആ വേഗം 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 വേഗം. ആ കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. ആ അങ്ങനെ തന്നെ ചേട്ടാ. എല്ലാവരും ഇങ്ങോട്ടേക്കൊന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മരുമകൻ. നിങ്ങൾ ഇവന്റെ വേഷം കണ്ടില്ലേ? ഇവന് പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല, വല്ല വരുമാനവും ഉണ്ടോ? കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നുമില്ല. ഇവനിവിടെ ജീവിക്കുന്നത് തന്നെ ഞങ്ങളുടെ ഔദാര്യത്തിലാ. ഓ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇതിനു വേണ്ടിയാണല്ലോ എനിക്ക് മദ്യം തന്നത്. നീ എന്റെ മനസ്സിലുള്ളത് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുകയല്ലേ? എന്നാ കേട്ടോ, നീയുണ്ടല്ലോ നല്ല ഒന്നാം തരം കള്ളനും ഒരു കഴിവുമില്ലാത്തവനാ. ഗിൽ കൺസ്ട്രക്ഷൻസ് സ്വന്തമായിട്ടുള്ളതുകൊണ്ട് മാത്രമാ നീ ജീവിക്കുന്നേ. നീ സരിതയെ തോൽപ്പിക്കാൻ പിന്നിൽ നിന്ന് കളിക്കുകയല്ലേ? നീ ഒരു നിലപാടില്ലാത്തവനല്ലേ? നീ എന്ത് തോന്നിവാസാടാ പറയുന്നേ? നിർത്ത്, മതി, വായടക്ക്. ഞാൻ ഇനിയും പറഞ്ഞു കഴിഞ്ഞില്ല. ഈ ബിസിനസ് നിന്റേതാക്കി എടുക്കാനായിട്ട് ഓരോ കരുക്കളായിട്ട് നീക്കുകയാണ്. നീ നിന്റെ അച്ഛൻ നീരജ് ഗില്ലിനോടൊപ്പം ചേർന്ന് മുത്തശ്ശനോട് ഓരോന്ന് പറഞ്ഞ് എല്ലാം കൈക്കലാക്കി സരിതയെ പുറത്താക്കാനല്ലേ നോക്കുന്നേ? ആകാശ്, സ്റ്റോപ്പ് ഇറ്റ്. നീ എന്താ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മുത്തശ്ശ 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 മുത്തശ്ശ, നിങ്ങൾ എന്താ ചെയ്യണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ സരിതയ്ക്ക് അവസരങ്ങൾ കൊടുക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ശൗര്യം മാത്രമാ ഉള്ളേ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ശൗര്യ കമ്പനിയിലും കയറ്റാം, സരിതയെ പറഞ്ഞ് വിടുകയും ചെയ്യാം. യു ആർ ഡിസ്ഗസ്റ്റിംഗ്. ആകാശ്, നിന്റെ നില മറക്കരുത്. ഇത് ഞങ്ങളുടെ മുത്തശ്ശനാ. നിന്നേക്കാൾ പ്രായം കൊണ്ടും പദവി കൊണ്ടും സ്ഥാനം കൊണ്ടും മേളില. സന്ധ്യേ, എന്റെ സന്ധ്യേ, നിന്നെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. എനിക്ക് നന്നായിട്ട് അറിയാം സരിതയെ തോപ്പിക്കാൻ വേണ്ടി നീയും ശൗര്യയും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. കാരണം നീ ശൗര്യയുടെ അമ്മാവന്റെ മകളല്ലേ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങള് രണ്ടുപേരും ഒരുപോലെ തന്നെയാ ചിന്തിക്കുന്നേ. സരിതയെ തോൽപ്പിക്കാനുള്ള കാര്യം വരുമ്പോ പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ട. എനിക്കറിയാം നിങ്ങൾ എനിക്ക് മദ്യം തന്നത് ഞാൻ സരിതയെ കുറിച്ച് മോശമായിട്ട് പറയാനാ അല്ലേ? പക്ഷെ നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ തെറ്റിപ്പോയി. ഞാൻ സരിതയുടെ ഒപ്പം തന്നെയാ. ഞാൻ ഉള്ളിടത്തോളം കാലം സരിതയെ ആർക്കും ഒരു ചൂക്കും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? ശൗര്യ, സരിത നിങ്ങൾ എല്ലാവരെക്കാളും നല്ല കഴിവുള്ളവളാണ്. നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും, നിങ്ങൾ എന്തൊക്കെ ചതി ചെയ്താലും അവസാന വിജയം അവളുടെ ഒപ്പമായിരിക്കും. നീ നിന്റെ വായൊന്ന് അടച്ചു വെക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ നീ എന്തൊക്കെ തോന്നിവാസാടാ പറഞ്ഞ് ഇറങ്ങി പോടാ ഇവിടുന്ന്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ചെയ്തത് വളരെ നാണം കെട്ട പരിപാടിയാണ്. ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയ്ക്ക് തരം താഴ്ന്നു പോകുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഇനി മുതല് ആകാശിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തു വെച്ചോ, ഇദ്ദേഹം എന്റെ ഭർത്താവാണ്. ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു ബന്ധം അകലാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി മുതല് ആകാശിനെതിരായി എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ ഞാൻ ആരും വെറുതെ വിടില്ല. വാ പോ. ഇവിടെ എന്താ നടക്കുന്നേ? കള്ളു കുടിച്ചവൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ സരിതയോ, അവൾ എങ്ങനെ അവന്റെ കൂടെ ജീവിക്കുന്നേ? അതിന് നമ്മളിപ്പോ എന്താ ചെയ്യാ? സരിതയുടെ അച്ഛൻ ഈ ഒന്നിനും കൊള്ളാത്തവനെ പിടിച്ച് നമ്മുടെ തലയെ വെച്ചത്. ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനാദ്യം വേണ്ടത് അവരെ രണ്ടുപേരെയും തമ്മിൽ പിരിക്കുക എന്നുള്ളതാ. അതെങ്ങനെയാ?
ശരി, നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ നീ ചെയ്തോ. പക്ഷെ ഒരു കാര്യം ഓർമ്മ വെക്കണം, സരിതയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതാലോചിച്ച് പേടിക്കണ്ട, സരിതയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഇന്നിവിടെ സംഭവിച്ചതിന് പിന്നില് സന്ധ്യയും ശൗര്യം തന്നെയാണ്. എന്നാലും എനിക്ക് അവരോട് നന്ദിയുണ്ട്. അതുകൊണ്ടല്ലേ ആകാശിന്റെ മനസ്സിലെ ഫീലിങ്സ് ഒക്കെ പുറത്തു വന്നത്. ഇനി എനിക്ക് ധൈര്യമുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ആകാശ് എന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നു. സരിത, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. സോറി, അവിടെ വെച്ച് അങ്ങനെ പെരുമാറിയതില് നിന്നോട് ഞാൻ മാപ്പി ചോദിക്കാം. സരിത, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. നിനക്ക് വിഷമം വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. എന്നും നിന്റെ കൂടെ തന്നെ ഞാൻ കാണും. നിന്നെ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. എന്തുപറ്റി? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാട്ടോ. ശൗര്യ അയച്ച ആ മെസ്സേജിൽ അഹാന്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിലവൻ മറ്റൊരു പെണ്ണിനൊപ്പമായിരുന്നു, അതും വിവസ്ത്രനായി. രണ്ടുപേരും ഒരു കിടക്കയിലായിരുന്നു. അപ്പോൾ ആകാശിന് മറ്റൊരു മെസ്സേജ് കൂടി വന്നു. നിന്റെ ഈ ഫോട്ടോസ് എല്ലാം സരിതയെന്ന് കാണും. പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ നോക്കാം. ഈ മെസ്സേജ് കണ്ടപ്പോൾ ആകാശിന് വല്ലാത്ത പരിഭ്രമമായി. അവിടെ നിൽക്ക്. ഇനി ഈ വീട്ടിൽ കാലു കുത്താൻ പോലും നിനക്ക് അവകാശമില്ല. ഇന്നലെ വരെ നീ ഒന്നിനും കൊള്ളാത്തവൻ മാത്രമായിരുന്നു. ഇന്ന് നീ നാണക്കേട് കൂടി ഉണ്ടാക്കി. നിനക്ക് ഇതിനൊക്കെ എങ്ങനെ ധൈര്യം വന്നു? എന്റെ മോളെ നീ ചതിക്കായിരുന്നില്ലേ? ഇത് നുണയാണ്. എനിക്കറിയില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. നീ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ അത് നീയാണെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവും. ഇത് പറഞ്ഞുകൊണ്ട് ശൗര്യ സരിതയുടെ കയ്യിലേക്ക് ഫോൺ കൈമാറി. സരിത ഞെട്ടലോടെ എല്ലാ ഫോട്ടോയും കണ്ടു. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. വിശ്വസിക്കാനാവാതെ അവൾ ആകാശിന്റെ മുഖത്തേക്ക് നോക്കി. ഇത് വിശ്വസിക്കരുത്. ഇവരെല്ലാവരും കൂടി നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുക. എനിക്കറിയില്ല ഈ ഫോട്ടോസ് എവിടെന്നാ വന്നതെന്ന്, എങ്ങനെയാ വന്നതെന്ന്. ഇവരെല്ലാവരും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ആണോ? എങ്കിൽ സത്യം എന്താന്ന് നിങ്ങൾ തന്നെ പറ. പൈസക്കുള്ള ആർത്തി കൊണ്ടല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷെ പണത്തോടുള്ള നിങ്ങളുടെ ആർത്തി ഇതുവരെ തീർന്നിട്ടില്ല. നിങ്ങള് എന്ത് ബന്ധത്തിന്റെ കാര്യമാ പറഞ്ഞേ? അതിന് അങ്ങനെ ഒരു ബന്ധം ഇതുവരെ ഇല്ലല്ലോ. സരിത നിറകണ്ണുകളോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. സരിത, നിന്റെ മുമ്പിലുള്ളത് ഡിവോഴ്സ് പേപ്പറാണ്. മിണ്ടാതെ സൈൻ ചെയ്തോ. ഈ മനുഷ്യന്റെ കൂടെ ഇനി ഒരു മിനിറ്റ് കൂടി നീ ജീവിക്കരുത്. ഒരിക്കൽ കൂടി സരിത ആകാശിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ കണ്ട് ആകാശിന്റെ ഹൃദയം തകർന്നു. സരിത ഉറച്ച കാൽവയ്പുകളോടെ ആ ടേബിളിനടുത്തേക്ക് നടന്നു. അവിടെ ഡിവോഴ്സ് പേപ്പറുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ആകാശിന്റെ നെഞ്ചിടിപ്പ് കൂടി. സരിത, നീ എന്താ ആലോചിക്കുന്നേ? പേപ്പേഴ്സിൽ സൈൻ ചെയ്. എന്നിട്ട് ഇയാളിന്ന് രക്ഷപ്പെടാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ അപമാനം അല്ലാതെ ഇയാൾ നിനക്ക് എന്താ തന്നിട്ടുള്ളേ? സന്ധ്യ പറയുന്നത് ശരിയാണ് സരിത. ഈ പേപ്പറിൽ സൈൻ ചെയ്ത് അവന്റെ മുഖത്തേക്ക് എറിയ. നിന്നെ ചതിക്കാനും മാത്രം ധൈര്യം ഇവനുണ്ടായോ? പെട്ടെന്ന് സരിത തന്റെ കയ്യിലിരുന്ന പേന വലിച്ചെറിഞ്ഞു. ഇത് കണ്ട് ശൗര്യയും സന്ധ്യയും അത്ഭുതപ്പെട്ടു. അപ്പോൾ യാമിനി ഉറക്കെ പറഞ്ഞു, സരിത, നിനക്കെന്താ പറ്റിയേ? ഈ മനുഷ്യൻ നിന്നെ ചതിച്ചതാണ് മോളെ. സരിത, നിനക്കെന്താ വട്ടാണോ? ആദ്യം അമ്മ, എനിക്ക് വട്ടാണ്. ഞാനും ആകാശം തമ്മിലുള്ള ബന്ധം അകറ്റാൻ വേണ്ടി നിങ്ങളൊക്കെ ഇത്രയ്ക്കും ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, അമ്മ ഇവര് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുവാണോ? നീ എന്താ പറഞ്ഞു വരുന്നേ? ദേവ് മഹീന്ദ്ര എന്നോട് മാപ്പ് ചോദിക്കാൻ വന്നതാ. അയാൾ എന്നോട് പറഞ്ഞു,
ശൗര്യയും സന്ധ്യയും കൂടി ആകാശിനെ അന്നൊരു ദിവസം ക്ലബിൽ വിളിച്ചിരുന്നു. അതേസമയം മഹേന്ദ്രയും അവിടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. ആകാശിനെ ബോധം കെടുത്തി ഏതോ ഒരു പെണ്ണിനെ കൂട്ടിച്ചേർത്ത് കുറെ വൃത്തികെട്ട ഫോട്ടോസ് എടുത്തു. എന്നിട്ട് അതും കാണിച്ച് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അകറ്റണം. ഏത് മഹേന്ദ്രൻ? എനിക്കറിയില്ല. നിന്നെ ആരെങ്കിലും വല്ല കള്ളം പറഞ്ഞ് പറ്റിച്ചതാവും. മഹേന്ദ്ര എന്റെ അടുത്ത് വന്നത് ഫുൾ CCTV ഫുട്ടേജുമായിട്ടാണ്. എല്ലാ തെളിവുകളും എന്റെ തന്നു കഴിഞ്ഞു. ഇത്രയൊക്കെ സംഭവങ്ങളും നടന്നിട്ടും ആകാശ് ഒന്നും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഈ ബന്ധം തകർക്കാൻ താല്പര്യമില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുടെ ബന്ധം തകർക്കാൻ എന്തിനാ ശ്രമിക്കുന്നേ? ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഇവിടുന്ന് അടിച്ചിറക്കാൻ പോവാ. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. ഇനി മേലാൽ ഈ വീടിന്റെ പടി കിടക്കാന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ കൂടി പാടില്ല. നോക്കു സരിത, ശൗര്യയും സന്ധ്യയും ഇത് ചെയ്തതാണോന്ന് എനിക്കറിയില്ല. ഞാൻ പോവാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് എന്നോട് നേരത്തെ ഒന്ന് പറയാറുന്നില്ലേ? കുറച്ചെങ്കിലും എന്നെ ഒന്ന് വിശ്വസിച്ചുവിടായിരുന്നോ? ഗുഡ് മോർണിംഗ്. ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് നിന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. ഇന്നലത്തേക്ക് വേണ്ടി റിയലി സോറി. ഈ കോഫി കുടിക്കേ? ആക്ച്വലി എനിക്ക് ഒന്ന് ഫ്രഷ് ആവാനുണ്ട്. കുറെ ജോലിയുണ്ട്. ഞാൻ പോയി വന്നിട്ട് കുടിക്കാം. വിക്രം സംസാരിക്കുന്നത്. ഇപ്പൊ എന്തിനാ വിളിച്ചേ? നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ എത്ര പ്രാവശ്യം പറയണോ എന്റെ പുറകെ വരരുതെന്ന്? എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കല്ലേ. ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് മറ്റാരും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്നും രഹസ്യമായി തന്നെ ഇരിക്കണം. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.